നിത്യജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിളയാണ് തെങ്ങ്. തെങ്ങ് ഒരു കൽപ്പവൃക്ഷം കൂടിയാണ്. ധാരാളം ആവശ്യങ്ങൾക്ക് തെങ്ങിൻ്റെ ഓരോ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെങ്ങിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പെർട്ട്, അപ്ടെക് ലിമിറ്റഡ്. തെങ്ങിൻ്റെ പരിപാലനത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തൈകളുടെ പരിപാലനം. തൈകൾ എപ്പോഴാണ് നടേണ്ടത്? സാധാരണഗതിയിൽ കാലവർഷാരംഭത്തിലാണ് തൈകൾ നട്ടുപിടിപ്പിക്കേണ്ടത്, പ്രത്യേകിച്ചും മെയ് ജൂൺ മാസങ്ങളിൽ. അതോടൊപ്പം തന്നെ വളപ്രയോഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തൈകൾക്ക് മാത്രമല്ല, വലിയ തെങ്ങിനും വളം ചെയ്യേണ്ട സമയം കൂടിയാണ്. മെയ് ജൂൺ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും വളം ചെയ്ത് കൊടുക്കണം. കൃത്യമായി പറയുകയാണെങ്കിൽ കാലവർഷവും തുലാവർഷവും ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മഴയോടനുബന്ധിച്ച് തന്നെ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ വിളയെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂമ്പിച്ചെയ്യൽ, അതുപോലെ തന്നെ ചെന്നീരൊലിപ്പ്, അതുപോലെ തഞ്ചാവൂർ വിൽറ്റ്, ഓല അഴുകൽ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കുമിൾ രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ പ്രതിരോധിക്കുവാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള ബയോ ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടും. വളപ്രയോഗത്തിനായിട്ട് അപ്ടെക് സൂപ്പർമീല്, നീം കേക്ക് പ്ലസ് ഫ്ലേക്സ്, അപ്ടെക് മീല്, ഇങ്ങനെയുള്ള വിവിധ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വഴി രാസവളത്തിൻ്റെ ആധിക്യം നമ്മുടെ കൃഷിയിടത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. വിവിധ തരത്തിലുള്ള സുഡോമോണാസ്, ബാസിലസ് സബ്റ്റിലസ്, ട്രൈക്കോഡർമ പോലുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവാണുക്കളെ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് വഴി വിവിധ തരത്തിലുള്ള കുമിൾ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കീടങ്ങളുണ്ട് തെങ്ങിനെ ബാധിക്കുന്ന. വെള്ളീച്ച, കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി, വേരുപുഴു, മണ്ടരി, ഇങ്ങനെ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള കീടങ്ങൾ, ഇവയൊക്കെ പ്രതിരോധിക്കുവാനുള്ള വിവിധ ജൈവ മാർഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ അവലംബിക്കണം. പ്രത്യേകിച്ച് മെറ്റാറൈസിയം പോലുള്ള, വെട്ടിസീലിയം പോലുള്ള, ബിവേറിയ പോലുള്ള ജൈവ കീടനാശിനികൾ നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നത് വഴി കീടങ്ങളുടെ നിയന്ത്രണം നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. രാസകീടനാശിനികളുടെ ഉപയോഗം നമ്മുടെ കൃഷിയിടത്തിൽ പരിമിതപ്പെടുത്തുവാനും സാധിക്കും. ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു രീതിശാസ്ത്രം നമ്മുടെ തെങ്ങിൻ്റെ പരിപാലനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസം നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും.